ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. നിർമ്മിത ബുദ്ധിയാണ് ഇന്ന് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം. ലോകമൊന്നാകെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി അവ പ്രയോജനപ്പെടുത്താൻ ശ്രമം തുടരുകയാണ്. വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് കൂടുതൽ ഊർജം പകരാൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും. ഇക്കാരണത്താൽ നിർമ്മിത ബുദ്ധിയിൽ ഒരു ആഗോള ശക്തിയായി ഇന്ത്യയെ മാറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലുമുണ്ടായത്. ഈ വിഷയത്തിലെ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള സർവകലാശാലയിലെ മുൻ ബയോ ഇൻഫോർമാറ്റിക്സ് പ്രൊഫസറായ ഡോക്ടർ അച്യുത് ശങ്കറാണ്. ഒപ്പം ഞാൻ കൃഷ്ണ പ്രകൃതി. ഡോക്ടർ അച്യുത് ശങ്കർ, താങ്കൾക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. AI മേഖലയിൽ ഇന്ത്യയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? രാജ്യത്തിന്റെ നിർമ്മിത ബുദ്ധി ദൗത്യത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? നിർമ്മിത ബുദ്ധി ഇന്ന് ലോകത്തെ ഏറ്റവും സുപ്രധാന സാങ്കേതിക വിദ്യയായിട്ട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യവും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകത, നിർമ്മിത ബുദ്ധിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവം ഒരു വലിയൊരു ഭാഗം ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ChatGPT പോലുള്ള സംവിധാനങ്ങൾ ഭാഷാ ബുദ്ധിയാണ് ഇപ്പോൾ നമുക്ക് യന്ത്രത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അനേകം ഭാഷകൾ നിലവിലുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നിർമ്മിത ബുദ്ധി ഭാഷ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭാഷയുടെ അതിർവരമ്പിനെ മുഴുവൻ ഇല്ലാതാക്കാൻ AIക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു വലിയ പരിധിവരെ ഇതിനകം തന്നെ അങ്ങനെ സാധിച്ചിരിക്കുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയും സ്വായത്തമാക്കിയിരിക്കുന്നു. അതിനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത്ഭുതകരമായ തലത്തിൽ ഇപ്പോൾ തന്നെ അങ്ങനെ സാധിച്ചിരിക്കുന്നു. നമ്മുടെ ഭരണ നിർവഹണത്തിനും ഈ ഭാഷ അതിർവരമ്പുകൾ പലപ്പോഴും തടസ്സമാകാറുണ്ട്. അതിനെയെല്ലാം മറികടക്കാൻ AIക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടുന്ന ഒരു കാര്യം. മറ്റ് കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ പോലെ തന്നെയാണ് നമുക്കും ഉപയോഗിക്കാൻ സാധിക്കുക. ആരോഗ്യരംഗമാകട്ടെ, കാർഷിക രംഗമാകട്ടെ, അതുപോലെ റോഡ് സുരക്ഷ രംഗമാകട്ടെ, അവിടെ എല്ലാം AI ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. റോബോട്ടുകൾ സർജറി ചെയ്യുന്ന കാലം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. AI ക്യാമറകൾ റോഡിനെ നിരീക്ഷിക്കുകയും നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ഈടാക്കുകയും ചെയ്യുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുവാനും നമ്മുടെ പൊതുസമൂഹത്തിന് ഭരണത്തിൻ്റെ ഗുണങ്ങൾ എത്തിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി നമ്മളെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തിൻ്റെ ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക ദൗത്യം തന്നെ നിർമ്മിത ബുദ്ധിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ള 3-4 ഘടകങ്ങൾ, അതിനെ അവയുടെ നെടുംതൂണുകൾ എന്നാണ് ഗവൺമെൻറ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ അതിനെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള 10,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു പദ്ധതി കുറച്ചു കാലം മുമ്പ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. AIക്ക് ആവശ്യമായിട്ടുള്ള പ്രോസസ്സറുകളുടെ ഒരു പൊതു സൗകര്യം ഗവേഷണം ചെയ്യാനും വികസനം ചെയ്യാനുമായിട്ട് സൃഷ്ടിക്കുക. അതുപോലെ ഇതിന് AI സംവിധാനങ്ങൾ സാധാരണ ഡേറ്റയിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡേറ്റ സൂക്ഷിക്കാനുള്ള സെർവറുകളുടെ സംവിധാനം, അതിനു പുറമെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ, സ്റ്റാർട്ടപ്പ് പ്രോത്സാഹിപ്പിക്കാൻ, AI ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ, ഇതിനെല്ലാം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഒരു ദൗത്യം സൃഷ്ടിച്ചു കഴിഞ്ഞു. നമുക്കത് താമസിയാതെ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിർമ്മിത ബുദ്ധിയിലെ ഫൗണ്ടേഷൻ മോഡൽ എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? ഉപയോഗിക്കാനും പഠിക്കാനും പരിഷ്കരിക്കാനും പങ്കിടാനും സൗജന്യമായി ലഭ്യമായ ഒരു AI സിസ്റ്റം, ഓപ്പൺ സോഴ്സ് AIയെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? നിർമ്മിത ബുദ്ധിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു രീതി, ലോകത്തെ എല്ലാ മനുഷ്യരുടെയും തലച്ചോറുകൾ, മൺമറഞ്ഞ മനുഷ്യരുടെ ബുദ്ധി അവശേഷിപ്പിച്ചിട്ടുള്ള എഴുത്തുകളും ചിത്രങ്ങളും സംഗീതങ്ങളും ഇവയെല്ലാം ചേർത്ത് ഒരൊറ്റ തലച്ചോറിലേക്ക് ആവാഹിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യക്ഷ രൂപം എന്ന് പറയുന്നത് വളരെ വിശാലമായി, ഏതെങ്കിലും ഒരു വിഷയത്തെ കേന്ദ്രീകരിക്കാതെ വളരെ വിശാലമായി ഇത്തരം മനുഷ്യരുടെ ബുദ്ധി വൈഭവത്തെ ആവാഹിച്ച് ഒരു മോഡൽ എന്നാണ് നമ്മൾ അതിനെ ഈ രംഗത്ത് നമ്മൾ പരാമർശിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ സംവിധാനം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് പുറത്തായിരിക്കും പിന്നെ അതിനെ ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നെ AIയുടെ മറ്റ് പല വികാസങ്ങളും പുറത്തോട്ട് വരിക. ഫൗണ്ടേഷൻ മോഡൽ എന്ന് നമ്മൾ വിളിക്കുന്ന മോഡലിന് ഉദാഹരണമാണ് ChatGPT. അത്തരത്തിലൊരു മോഡൽ നമ്മൾ ലഭ്യമാക്കുകയും ആ മോഡൽ മറ്റ് വികാസങ്ങൾക്കായിട്ട് സ്വതന്ത്രമായിട്ട് ലഭ്യമാക്കുകയും ചെയ്യുക, അതിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്.
ആ ബുദ്ധിയുടെ മുകളിൽ എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായി ഈ സംവിധാനത്തിനെ പുനർക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ChatGPT പോലുള്ള ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ ഒക്കുന്ന ഒരു മോഡൽ നമുക്കതിനെ പുനർക്രമീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പരിസ്ഥിതി നിയമങ്ങൾ, കോടതികളിൽ വന്നിട്ടുള്ള എല്ലാ വിധികളും മുഴുവൻ പഠിച്ചെടുക്കാനും അതിനെ പുനർപരിശീലിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പരിശീലിപ്പിച്ച് കഴിയുമ്പോൾ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒക്കുന്ന ഒരു സവിശേഷ നിർമ്മിത ബുദ്ധി മോഡൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ വിഭിന്ന ആവശ്യങ്ങൾക്കായിട്ട് പുനരുപയോഗിക്കാൻ സാധിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഭാഷാ വൈഭവമുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഫൗണ്ടേഷണൽ മോഡൽ എന്ന് പറയുന്നത്. ഇന്ത്യ സ്വന്തമായി ലാർജ് ലാംഗ്വേജ് മോഡൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എന്താണ് ഈ മേഖലയുടെ പ്രസക്തി? ഇതിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ എത്രത്തോളമുണ്ട്? നമ്മുടെ രാജ്യം ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ChatGPTയുടെയൊക്കെ മാതൃകയിൽ ഒരെണ്ണം സൃഷ്ടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരു വിദേശ രാജ്യം സൃഷ്ടിച്ച ഇത്തരത്തിലൊരു മോഡൽ നമുക്കും ഉപയോഗിക്കാമെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാണാച്ചരടുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതിരിക്കും. ഒന്ന്, ഈ ആധുനിക കാലത്ത് നിർമ്മിത ബുദ്ധി ഒരു വളരെ സുപ്രധാന സാങ്കേതിക വിദ്യയായിട്ട് മാറുന്ന കാലത്ത് നമ്മളൊരു വൈദേശികമായിട്ടുള്ള ഒരു മാതൃക മാത്രം അവലംബമാക്കിക്കൊണ്ട് നമ്മുടെ ഭാവിയെ കരുപിടിപ്പിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു കാലത്ത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാകുന്ന സമയത്ത് ഇത്തരത്തിലൊരു മാതൃകയുടെ ഇന്ത്യയിലുള്ള പ്രവർത്തനം നിർത്തിവെക്കാൻ അവർ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ നിർമ്മിത ബുദ്ധി രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരും കാലങ്ങളിൽ നമുക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ആവശ്യമാണ്. അതിന് പുറമെ നമ്മുടെ നാട്ടിലെ ഭാഷാ വൈവിധ്യം പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ChatGPT എന്ന് പറയുന്ന ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽ ഇംഗ്ലീഷ് ഭാഷ അതിവിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്തും മലയാളം ഭാഷയിൽ അതിൻ്റെ പ്രകടനം വളരെ പരിതാപകരമാണ് പല അവസരങ്ങളിൽ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷകളിലുള്ള അതിൻ്റെ വൈഭവം വളരെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ നാടിനു വേണ്ടി ആവശ്യം വരുന്ന മറ്റ് സവിശേഷമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ മോഡല് കൂടുതൽ സേവനം നൽകുന്ന രീതിയിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് തദ്ദേശീയമായിട്ടുള്ള ഒരു മോഡൽ എല്ലാ രാജ്യങ്ങൾക്കും എന്ന പോലെ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള നടപടി ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ AI മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോമൺ കമ്പ്യൂട്ടർ ഫെസിലിറ്റി റിസോഴ്സ്. ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നിർമ്മിത ബുദ്ധി വികസിപ്പിച്ചെടുക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ളൊരു ആവശ്യം അതിനുള്ള കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിർമ്മിത ബുദ്ധിക്ക് ഉണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം വളരെയധികം ശക്തിയുള്ള, വളരെയധികം വേഗതയുള്ള, വളരെയധികം സാധ്യതയുള്ള കമ്പ്യൂട്ടർ ചിപ്പുകൾ കൂട്ടിച്ചേർത്ത് നിരനിരയായി അല്ലെങ്കിൽ അണിയായി ഒരുക്കി അതുപയോഗിച്ച് നിർമ്മിത ബുദ്ധിയുടെ മോഡലുകളെ പരിശീലിപ്പിക്കാനും വികസിപ്പിക്കാനും നമുക്ക് സാധിക്കുന്ന സംവിധാനമുണ്ടായി എന്നുള്ളതാണ്. സുപ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ NVIDIA എന്ന പേരുള്ള കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ചിപ്പുകൾ, GPU എന്നാണ് പറയുന്നത്, ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്. പണ്ട് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് CPU എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് തന്നെയാണ് ഇത് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അത് വീഡിയോ പ്രോസസ്സ് ചെയ്യുന്നതായിരുന്നു പണ്ടത്തെ വലിയൊരു വെല്ലുവിളി. വീഡിയോ ഗെയിംസിനും അനിമേഷൻസിനും ഒക്കെയുള്ള വീഡിയോ വളരെ ഫലപ്രദമായിട്ട് അതിൻ്റെ പിന്നിലുള്ള കണക്കുകൂട്ടലുകൾ നടത്താൻ തയ്യാറെടുക്കുന്ന ചിപ്പുകൾ എന്നുള്ള നിലയിലാണ് അവയെ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് ആ പേരിന് വലിയ പ്രസക്തിയില്ല. കാരണം അതിന് മാത്രമല്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് AI പ്രയോഗത്തിനാണ് അതിപ്പോൾ ഉപയോഗിക്കുന്നത്. ChatGPT പോലുള്ള മോഡലുകൾ ആയിരക്കണക്കിന് ഇത്തരം പ്രോസസ്സറുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. വളരെ ചൂടും പുകയും ഉണ്ടാക്കുന്ന പ്രോസസ്സറുകളാണിത്. അവയെ തണുപ്പിച്ച് സജ്ജീകരിച്ച് വെക്കാൻ തന്നെ വലിയ ഊർജ്ജ ആവശ്യമുണ്ടെന്നുള്ളതും നമ്മളിന്ന് മനസ്സിലാക്കുന്നു. ഈ GPU സംവിധാനം ഓരോ വ്യക്തിക്കോ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾക്കോ ഒന്നും സ്വയം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം അത് വലിയ ചെലവ് ഉള്ള ഒരു കാര്യമാണ്. ഇതിന് സർക്കാർ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ നിർമ്മിത ബുദ്ധിയുടെ വികാസം സാധ്യമാകൂ. അതിനു വേണ്ടിയുള്ള ഒരു നടപടിയാണ് അത്തരത്തിലുള്ളൊരു പൊതു കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. ഒരുപാട് വെല്ലുവിളികൾ നമുക്കുണ്ട്. കാരണം NVIDIA പോലുള്ള ചിപ്പുകൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കൻ ഗവൺമെൻറ് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5000 ചിപ്പുകൾ ആണ് സാധാരണയായിട്ട് ഒരു രാജ്യത്തിന് ഒരു വർഷം നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ നിർമ്മിത ബുദ്ധി വികാസത്തിനൊരു പരിമിതിയായിട്ട് മാറും. പക്ഷേ അതിനും ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് ചിപ്പ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി തന്നെ
നമ്മുടെ നാട്ടിൽ വികസിപ്പിച്ച് വരേണ്ടിയിരിക്കുന്നു. അത് വലിയ വെല്ലുവിളിയാണ്. പക്ഷെ അതിനുള്ള നടപടിയും നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ശുഭകരമായിട്ട് കാണാം. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമ്പോൾ ഇത് ജോലി എളുപ്പമാക്കുകയാണോ അതോ തൊഴിലില്ലാതാക്കുകയാണോ എന്ന ചർച്ചകളും സജീവമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇക്കാലം അത്രയും വികസിച്ചു വന്നിരുന്നപ്പോൾ അവ മനുഷ്യ സമൂഹത്തിന് സംഭാവന ചെയ്തത് ഉപകരണങ്ങളെയാണ്. എന്നാൽ ഇന്ന് ആദ്യമായി നമുക്ക് ഉപകരണമല്ലാതെ ഒരു പങ്കാളിയെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ സംഭാവന ചെയ്തിരിക്കുന്നത്. ഒരു ഏജന്റ്, നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു പാതി മനുഷ്യൻ എന്ന് പറയാവുന്ന ഒരു സംവിധാനമാണ് നിർമ്മിത ബുദ്ധി. അത്തരത്തിലൊരു പങ്കാളി നമ്മുടെ കൂടെ എത്തുമ്പോൾ നമ്മുടെ ജോലിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുടെ കാര്യക്ഷമത, വലിയ കൂട്ടായ്മകളാണെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത, ഇതെല്ലാം തന്നെ വളരെയധികം വർധനയുണ്ടാകും. നമുക്ക് എപ്പം വേണം വിളിച്ച് എന്ത് കാര്യവും ചെയ്യാൻ ആവശ്യപ്പെടാവുന്ന ഒരു സംവിധാനമായിട്ട് നിർമ്മിത ബുദ്ധി മാറുകയും നിർമ്മിത ബുദ്ധി റോബോട്ടുകളിൽ സന്നിവേശിപ്പിച്ച് ഒരു വ്യക്തിയുടെ തന്നെ രൂപത്തിൽ നമുക്ക് ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കായികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു തരാൻ സജ്ജമായ ഒരു യന്ത്രം നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ അത് നമുക്ക് ഒട്ടേറെ സൗകര്യങ്ങൾ തരുന്ന, അത്ഭുതകരവും ഒരുപക്ഷെ ഇപ്പം നോക്കിയാൽ നമുക്കൊരു ഐന്ദ്രജാലികമായിട്ടുള്ള ലോകം പോലെ തോന്നുന്ന രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തൊഴിൽ മേഖലയിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതെന്തായിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിപ്പം പറയാൻ സാധിക്കില്ല, അത്രമാത്രം സങ്കീർണമാണ്. എങ്കിലും ഒരുപാട് തൊഴിലവസരങ്ങളെ അത് മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടൈപ്പ് ചെയ്യുകയും കേട്ടെഴുതി അതിനുശേഷം ടൈപ്പ് ചെയ്യുകയും ചെയ്യാനായിട്ട് ഒരു ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥനെ സഹായിക്കാനായിട്ട് തസ്തികകളുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞു. പക്ഷേ അതിൻ്റെ ആവശ്യമേ ഇല്ലാത്തൊരവസ്ഥ ഇപ്പം ഇതിനകം തന്നെ സാങ്കേതിക വിദ്യ ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊരു മെറ്റ പോലുള്ള ഒരു സംവിധാനത്തിൽ നമ്മുടെ വാട്സാപ്പിൽ തന്നെ നമ്മളൊരു വരി പറഞ്ഞാൽ അത് അപ്പം തന്നെ അത് ടൈപ്പ് ചെയ്ത് തരിക മാത്രമല്ല, ആ പറഞ്ഞ വരിയിൽ എന്തെങ്കിലും വ്യാകരണ പിശകുണ്ടെങ്കിൽ അതിനെയും കൂടെ തിരുത്തിയാണ് അത് ടൈപ്പ് ചെയ്ത് തരുന്നത്. അതിന് നിമിഷാർത്ഥമേ നമുക്ക് ആവശ്യമുള്ളൂ, ഏത് സമയത്തും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേട്ടെഴുതി ടൈപ്പ് ചെയ്ത് തരുന്ന ഒരു ഓഫീസിലെ അസിസ്റ്റൻറ്റിൻ്റെ ജോലിയെ പൂർണ്ണമായിട്ടും അപ്രസക്തമാക്കുകയാണ്. അപ്പോൾ ഒരുപാട് തൊഴിൽ അവസരങ്ങളെ അത് ബാധിക്കും. കുറേയേറെ തൊഴിലവസരങ്ങളെ അത് ഇല്ലാതാക്കും. മറ്റ് ചില തൊഴിലവസരങ്ങളെ അത് വ്യത്യാസപ്പെടുത്തും. അതിനൊരുപാട് പുതിയ രീതിയിൽ പ്രവർത്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ടാകും. പക്ഷേ ഇതോടൊപ്പം അത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന AI വികാസത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ പുതിയ ചിപ്പ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി, പുതിയ ലാർജ് ലാംഗ്വേജ് മോഡൽ വികസിപ്പിക്കൽ, AI ഉപയോഗിച്ചിട്ടുള്ള പുതിയ ഒരുപാട് സംവിധാനങ്ങൾ വികസിപ്പിക്കൽ, ഇതിനെല്ലാം മനുഷ്യ വിഭവശേഷി ആവശ്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള വികാസങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യാൻ തന്നെ നിർമ്മിത ബുദ്ധിയും റോബോട്ടുകളും തയ്യാറാകുന്ന സമയത്ത് വീണ്ടും സങ്കീർണമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാകും. അതിനെക്കുറിച്ച് നമുക്കിപ്പം പറയാനായിട്ടുള്ള ഒരു വ്യക്തതയില്ല. പക്ഷേ ഉടനടി സംഭവിക്കാൻ പോകുന്നത് കുറേ തൊഴിലവസരങ്ങൾ അപ്രസക്തമാകുകയും അല്ലെങ്കിൽ മാറി മറിയുകയും ചെയ്യുകയും അതിനേക്കാളേറെ തൊഴിലവസരങ്ങൾ AI സൃഷ്ടിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് തൽക്കാലം പറയാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി ദൗത്യത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. തന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവച്ച ശ്രീ അച്യുത് ശങ്കറിന് നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ AM.